ഇദാ സമിഅതും അന്നി ശൈഅൻ ഫസിനൂഹു ബിമീസാനി ശറഅ് എന്നാണ് അൽ ഖുത്ബുൽ മക്തൂം ഖാതിമുൽ വിലായ മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. ഇദാ സമിഅതും അന്നി ശൈഅൻ, നിങ്ങൾ എന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന പേരിൽ എന്റെ കാലത്തോ എനിക്ക് ശേഷമോ ഒരു കാര്യം കേട്ടാൽ ഫസിനൂഹു ബിമീസാനി ശറഅ്, നിങ്ങൾ അത് ശരീഅത്തിന്റെ തുലാസിലിട്ട് തൂക്കി നോക്കണം. എന്തുകൊണ്ടാണ് നീ ത്വരീഖത്ത് സ്വീകരിക്കേണ്ടത്? എന്തിനാണ് ബൈഅത്ത് ചെയ്യേണ്ടത്? അവിടേക്ക് നിന്റെ മനസ്സ് ചാച്ചാടാതിരിക്കാൻ. ബൈഅത്ത് സ്വീകരിച്ച് പിറ്റേന്ന് ഫ്രീക്കന്മാരോടുകൂടെ ഊട്ടിപ്പോയ പരിപാടി നടക്കൂല. തിജാനി ത്വരീഖത്ത് സ്വീകരിച്ച് പിറ്റേന്ന് ഫ്രീക്കന്മാരോടുകൂടെ പോയി ഊട്ടിക്ക്, കൊടൈക്കനാൽ, തേനി, കമ്പം പോയി എൻജോയ്, നടക്കൂല. എന്തുകൊണ്ട്? ബൈഅത്ത് പറഞ്ഞിട്ടുണ്ട്, ബൈഅത്ത് ഉടമ്പടിയാണ്. അത് ഉടമ്പടി കൃത്യാണ്. വഖാർ സക്കീനത്തിൽ ജീവിക്കണം, ചിരിയും കളിയും അധികരിപ്പിക്കാൻ പാടില്ല. വകാന കസ്റത്തു ലഹ്കിഹി തബസ്സുമൻ, പുണ്യ റസൂലിന്റെ ഏറിയ ചിരിയും പുഞ്ചിരിയാണ്. പരിശുദ്ധ ശരീഅത്തല്ലാതെ സത്യത്തിൽ തിജാനിയ മാർഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്വരീഖത്ത് ബിശ്ശരീഅ എന്നാണ്. അത് ശരീഅത്ത് കൊണ്ടുള്ള ത്വരീഖത്താണ്. ഒരാൾ ശരീഅത്തിന്റെ കാര്യങ്ങളെ ഇൽത്തിസാമ് ചെയ്യുക, അതിനുവേണ്ടി ലഭ്യമായ ഒരു ആ മാർഗത്തെ അയാൾ പിടിച്ച് ബൈഅത്തിനെ സ്വീകരിക്കുക. അതിൻ്റെ കൃത്യമായ അളവിൽ ആ ബൈഅത്ത് അയാൾ നിലനിർത്തി ആ കാര്യങ്ങളെ അയാൾ ഇൽത്തിസാമ് ചെയ്ത് നിർബന്ധമായി കൊണ്ടു നടക്കുക. അപ്പോൾ ഒരു ചോദ്യം, നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, നമുക്ക് ശരീഅത്ത് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടവരല്ലേ, അതിനെന്തിനാണ് പുതിയ ഒരു ബൈഅത്ത്? അത് നമ്മൾ പഠിക്കുമ്പോൾ, വളരെ കൃത്യമായി പഠിക്കുമ്പോൾ, ഇതിന് ബൈഅത്ത് ത്വരീഖത്തുകളിലെല്ലാം ബൈഅത്ത് ഉണ്ടായിരിക്കും. അതെന്തിനാണ് ഈ ബൈഅത്ത്? പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട തിജാനിയത്തിലെ ബൈഅത്ത് ഖുർആൻ സുന്നത്തിലുള്ള അടിസ്ഥാന കാര്യങ്ങളിലുള്ള ബൈഅത്ത് മാത്രമാണ്. ബൈഅത്ത് എന്നൊരു കാര്യത്തെ നിരാകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ബൈഅത്ത് ഉണ്ട്. പരിശുദ്ധ ഖുർആൻ ഷരീഫ് ആണുങ്ങളുടെ ബൈഅത്തിനെയും പെണ്ണുങ്ങളുടെ ബൈഅത്തിനെയും തന്നെയും സാധാരണഗതിയിൽ ആണുങ്ങളെ ബൈഅത്ത് പൊതുവായി പറയുമെന്നല്ലാതെ പെണ്ണുങ്ങളുടെ ബൈഅത്ത് എന്ന രൂപത്തിൽ ഖുർആൻ സംസാരിക്കാറില്ല. എന്നാൽ ബൈഅത്തിൽ പെണ്ണുങ്ങളെ കാര്യത്തിൽ വേറിട്ട് പലപ്പോഴും ആണുങ്ങളെ കൂട്ടത്തിലല്ലാതെ സംസാരിക്കില്ല, പലപ്പോഴും പല കാര്യങ്ങളും. പക്ഷെ ബൈഅത്തിനെ പറയുന്നിടത്ത് ആണിന്റെ ബൈഅത്തും പെണ്ണിന്റെ ബൈഅത്തും തന്നെ ഖുർആൻ പരാമർശിച്ചതായി കാണാം. ഉദാഹരണത്തിന് ഫത്ഹ് അധ്യായത്തിൽ ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്, സൂറത്തുൽ ഫത്ഹ്. അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർ ബൈഅത്ത് ചെയ്യുന്നത് ജല്ലജലാലായ റബ്ബിനോടാണ്, സുബ്ഹാനോടാണ്, അല്ലാഹുവിനോടാണെന്ന് സൂറത്തുൽ ഫത്ഹിലുണ്ട്. ഇന്നല്ലദീന യുബായിഊനക, അവിടെ പെണ്ണിനെയും ഉൾപ്പെടുത്താം, കാരണം പുല്ലിംഗമാണ് പറഞ്ഞെങ്കിലും പെണ്ണും ഉൾപ്പെടുത്താം. എന്നാൽ പെണ്ണിനെ വേറിട്ട് പറഞ്ഞ സ്ഥലവുമുണ്ട്. മുംതഹന അധ്യായത്തിന്റെ 12-ാമത്തെ ആയത്ത്, യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക അലാ അല്ലാ യുശ്രികന ബില്ലാഹി ശൈഅൻ വലാ യസ്രിഖന വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യഅതീന ബിബുഹ്താനിൻ യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന വലാ യഅസീനക ഫീ മഅറൂഫിൻ ഫബായിഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്ന ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്തുൽ മുംതഹന 12-ാമത്തെ ആയത്ത്. അതായത് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് ബൈഅത്തിനെ ഖുർആൻ പറഞ്ഞത്. ബൈഅത്ത് എന്നൊരു സംഗതിയുണ്ട്. മദ്രസ പഠിച്ചതുകൊണ്ടോ ദർസ് പഠിച്ചതുകൊണ്ടോ ബൈഅത്താവൂല. ബൈഅത്ത് എന്നൊരു സംഗതിയുണ്ട്. അത് സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ എന്നല്ല, നമ്മുടെ തൊട്ട് മുമ്പുള്ള കാലത്ത് വരെ ബൈഅത്ത് കൃത്യമായി നിലനിർത്തി മുസ്ലിം ഉമ്മത്ത് പോന്നിട്ടുണ്ട്. എന്താണ് ഈ ബൈഅത്ത്? ശരീഅത്തിന്റെ കാര്യം തന്നെ. പക്ഷേ അതിലൊരു പ്രത്യേകത, ഞാനത് ചെയ്തിരിക്കും എന്ന ഒരു കാര്യം, അതാണ് ബൈഅത്ത്. അപ്പോൾ എന്തായി? അതൊരു നദിർ പോലെയായി, ഒരു നേർച്ച പോലെയായി. എന്താണ് നേർച്ച? ഇൽത്തിസാമു ഖുർബത്തിൻ ലൻ തതഅയ്യൻ, നിനക്ക് ഫർള് ഐന അല്ലാത്ത ഒരു കാര്യത്തെ നീ ഏറ്റെടുത്തത് ഫർള് ഐന് പോലെ പ്രവർത്തിക്കലാണ്. എന്ത്? നദിർ. സത്യത്തിൽ ബൈഅത്ത് ഒരു നദിർ തന്നെയാണ്. ഒരു നദിറിനെ, ഒരു കാര്യത്തെ, നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ നിർബന്ധമാക്കുക. ആ നിർബന്ധം തൻ്റെ ജീവിത വിജയത്തിന് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കും
ഇതുകൊണ്ടാണ് ബൈഅത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? ഇവിടെ വളരെ ചിന്തിക്കേണ്ടത് ബൈഅത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള ബൈഅത്തിന്റെ സംഭവങ്ങൾ, അതൊക്കെ അനിവാര്യമായ സംഗതിയാണ്. എന്തുകൊണ്ട് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടരുത്, ശത്രു ഇത്രയാണ്, ഇതൊക്കെ സ്വാഭാവികം. പക്ഷേ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായും സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തതായി പരിശുദ്ധമായ ഹദീസ് ഷരീഫിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ആ കാര്യം നിർബന്ധമല്ല, നിർബന്ധമാണെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയതാണ് എന്നിരിക്കാം. പക്ഷെ നിർബന്ധമായ കാര്യം മാത്രമല്ല, നിർബന്ധമല്ലാത്ത കാര്യത്തിലും ബൈഅത്ത് നടന്നതായി കാണാം. അപ്പൊ ഈ നിർബന്ധമല്ലാത്ത കാര്യം ബൈഅത്തിലൂടെ എന്തായി? നിർബന്ധമായി. ബൈഅത്തിനെ നിരാകരിക്കാൻ പാടില്ല. ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നവർ ബൈഅത്തിനെ നിരാകരിക്കരുത്. എന്തുകൊണ്ട്? ഇത് ഖുർആനും സുന്നത്തും വ്യക്തമായി പറഞ്ഞതാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്. ബൈഅത്ത് എന്നൊരു സംഗതിയെ ഒരാൾക്കും നിരാകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് അസ്ലുള്ളതാണ്. എന്തുകൊണ്ട് അസ്ലുള്ളതാണ്? ബഹുമാനപ്പെട്ട ഖുർആൻ ശരീഫിൽ അസ്ലുള്ളതാണ്. എന്ത്? ബൈഅത്ത്, ഉടമ്പടി. അതതിൻ്റെ അർത്ഥം. അത് ആണിന്റെ ബൈഅത്ത് പോലെ പെണ്ണിന്റെ ബൈഅത്ത് ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്തു, മുഅ്മിനങ്ങളായ പെണ്ണുങ്ങൾ അങ്ങയുടെ അടുത്ത് വന്നാൽ, യുബായിഉനക, അവർക്ക് അങ്ങയോട് ബൈഅത്ത് ചെയ്യണം. അതിനു വേണ്ടി വന്നാൽ, അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈഅൻ, അവരൊരിക്കലും ശിർക്ക് ചെയ്യൂല. വലാ യസ്രിഖന, അവർ മോഷ്ടിക്കുകയില്ല. വലാ യസ്നീന, അവർ വ്യഭിചരിക്കുകയില്ല. വലാ യഖ്തുൽന ഔലാദഹുന്ന, അവർ അവരുടെ മക്കളെ കൊല്ലുകയില്ല. വലാ യഅതീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന, അവർ തെറ്റ് ചെയ്തിട്ട് പിന്നെ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കൂല എന്ന് പറഞ്ഞാൽ അതിൽ അവര് ഒരു തെറ്റ്, അതായത് അത് ഉദാഹരണം പറയാം, മറ്റൊരാളുമായി വ്യഭിചരിച്ചിട്ട് ഞാനത് വ്യഭിചരിച്ചിട്ടില്ല എന്നവർ പറയൂല. വ്യഭിചാരത്തിൽ മക്കളുണ്ടായിട്ട് ഭർത്താവിലേക്ക് ചേർത്ത് പറയൂല. ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങൾ. വലാ യഅതീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിന്ന, സ്വന്തം ഭർത്താവ് അല്ലാത്ത ഒരാളുമായി വ്യഭിചരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്. അല്ലാഹു അത്തരം തിന്മകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നിടത്ത് ഭർത്താവിലേക്ക് ഒരു ചേർത്ത് പറയൂല. പിന്നെ വലാ യഅസീനക ഫീ മഅറൂഫിൻ, ഒരു നൽകാര്യത്തിലും അവര് അങ്ങക്ക് അനുസരണക്കേട് കാണിക്കൂല എന്ന് പറഞ്ഞ് അവർ ബൈഅത്തിന് വന്നാൽ, ഫബായിഉഹുന്ന, അവരുടെ ബൈഅത്ത് അങ്ങ് ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹുന്ന, ആ ബൈഅത്തിന്റെ പിറകെ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊടുക്കുകയും വേണം. ഇന്നല്ലാഹ ഗഫൂർ റഹീം. സൂറത്തുൽ മുംതഹന 12-ാമത്തെ ആയത്ത്. ബൈഅത്തിനെ നിരാകരിക്കാൻ പാടില്ല. ബൈഅത്ത് ഇസ്ലാമിലുണ്ട്. ഇനി ബൈഅത്തിന്, ഇത് ബൈഅത്ത് എന്നത് അതാണ് ത്വരീഖത്തിന്റെ അസ്ല് ബൈഅത്താണ്. അപ്പോൾ പിന്നെ ത്വരീഖത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം എന്താവും? ഒരു നെസ്ർ പോലെയാവും. എന്തുകൊണ്ട്? ഇതിന് വേറിട്ട ഉടമ്പടിയാണ്. ഈ ഉടമ്പടി ഇലാഹിന്റെ മാർഗത്തിൽ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഉടമ്പടി ആരോട് തന്നെയാണ്? ഇലാഹിനോടാണ്. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, അവർ ഉടമ്പടി ചെയ്തത് ആരോടാണ്? അല്ലാഹുവോടാണ്. അപ്പൊ കരാറാണ്. ഇത് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. പിൽക്കാലഘട്ടത്തിൽ സ്വഹാബത്തിനോട് താബിഈകൾ ബൈഅത്ത് ചെയ്തു. പിന്നെ താബിഈകളോട് തബഉത്താബിഈകൾ ബൈഅത്ത് ചെയ്തു. അതിന്റെ പിൻഗാമികളോട് അതിന്റെ പിൻഗാമികൾ ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്തിന്റെ കർമ്മങ്ങൾ ബഹുമാനപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാമിനെ തന്നെ, ശരീഅത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ഉടമ്പടിയാക്കാൻ പാടില്ല. ശരീഅത്ത് അംഗീകരിക്കാത്ത ഒരു കാര്യത്തിൽ ഉടമ്പടിയില്ല. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെയുള്ള ബൈഅത്ത്, ആ ബൈഅത്ത് ചെയ്ത് കഴിഞ്ഞാൽ ശരീഅത്തുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങളാണ് ത്വരീഖത്തുകളിൽ കൊണ്ട്, പ്രത്യേകിച്ച് തിജാനിയത്തിന്റെ കാര്യത്തിൽ പറയാം. ഞാൻ ആളാണ്, ഒരു ബിദ്അത്തും ബഹുമാനപ്പെട്ട തിജാനിയത്തിൽ ഇല്ല. ഇത് മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളുടെ ഹഖീഖത്തു ത്വരീഖത്തി തിജാനിയ്യ എന്ന കിതാബാണ്. ഇത് ബഹുമാനപ്പെട്ട ഈ മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി എന്ന മഹാന്റെ ലോകം കണ്ട, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഉലമാക്കളിൽ വിരലിലെണ്ണാവുന്ന ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മഹാന്മാരിൽ ഒരാളാണ്. ഏറ്റവും മഹാന്മാരിൽ മഹാനായ ഒരാളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ്
ഷെരീഫ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ. അവരെ പോലെ ഒരാളെ നിനക്ക് ജനൂബ് ഷമാല് ഷെർക്ക് ഗർബിൽ ആകെ നീ തപ്പിയാൽ ദിക്കുകളിൽ അഖിലം നീ തപ്പിയാൽ അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധ്യമല്ല. അത് ഉറപ്പിച്ച് ഞാൻ പറയും. അങ്ങനെയുള്ളവർ ഇൽമിലും സുഹദിലും തസൗഫിലും എന്താ പറയാ കാര്യങ്ങളിലുള്ള ലഹറിലും ബഖറിലുമുള്ള ഇൽമില് അഗാധമായ ഹിബ്രത്തില് കാര്യങ്ങളെ മനസ്സിലാക്കും. മാത്രമല്ല നസീഹത്തിൽ ഉമ്മത്തുൽ ഇസ്ലാമിനോടെന്നല്ല അൽ ഉമമുൽ ഉഖ്റ മറ്റുള്ള സമുദായങ്ങൾക്കെല്ലാം നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന സേവനം എന്ന് പറഞ്ഞാൽ അത് എണ്ണിയ ഒടുങ്ങാത്തതാണ്. അവരോ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാരിൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഉലമാക്കളിൽ ഏറ്റവും പ്രധാനിയുമാണ്. നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ നിങ്ങളോട് ബഹുമാനപ്പെട്ട ആ മാർഗം എന്ന് പറഞ്ഞാൽ അത് വളരെ കൃത്യമായ മാർഗം. എനിക്ക് ബൈഅത്ത് ചെയ്തു തന്നത് ഈ മഹാനാണ്. ഞാൻ അവരുടെ മുരീദാണ്. അവർക്ക് വേണ്ടി ബൈഅത്ത് സ്വീകരിക്കാൻ എന്നോട് കൽപ്പിച്ചതും അവർ തന്നെയാണ്. അപ്പോൾ ഞാൻ അവരുടെ പകരക്കാരനാണ്. ഞാൻ എത്ര ചെറുതവനായ എന്ന നോട്ടം അവിടെ ഇല്ല. ഞാൻ ചെറിയവനാണോ വലിയവനാണോ എന്ന നോട്ടം അവിടെ ഇല്ല. ഇപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് അവന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ അധികാരം ഏൽപ്പിച്ചാൽ അയാൾ മറ്റാളെ പോലെ മുതലാളിയാണോ പണ്ഡിതനാണോ എന്ന നോട്ടം അവിടെ ഇല്ല. പണ്ഡിതനായ ഒരു വലിയ ഉസ്താദ് അദ്ദേഹത്തിന് മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു സാധാരണ മനുഷ്യനെ ഏൽപ്പിച്ചാൽ അയാൾ ഇതുപോലെ പണ്ഡിതനാണോ മുതലാളിയാണോ ജനമധ്യത്തിൽ സ്വീകാര്യനാണോ അങ്ങോട്ടൊന്നും അവിടെ ഇല്ല. ആളെ തികഞ്ഞ വിലായത്തിന്റെ അർഹനായ വ്യക്തി ഏൽപ്പിച്ചാൽ ഏൽപ്പന. ഞാൻ എനിക്ക് കൈ തന്ന ഇന്നാലിന്ന പെണ്ണിന്റെ പിതാവിന്റെ ആ കൈയിന്റെ പകരക്കാരനായി ആ വക്കാലത്തനുസരിച്ച് ഇന്നാലിന്ന സക്കീനയെ മൈമൂനയെ ഞാൻ നിങ്ങൾക്ക് കിട്ടിച്ചു തരുന്നു എന്ന് പറയുന്ന അയാളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം വക്കാലത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു നിലക്ക് മുഖദ്ദമീങ്ങൾ എന്ന് പറയും. ബൈഅത്ത് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് അഷ്ടദിക്കുകളിലും ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളെ പോലെയുള്ള മഹാന്മാർ ഇല്ലാത്ത ദേശങ്ങളിലും ഹക്കായ മാർഗങ്ങളിലേക്ക് മനുഷ്യന്മാർ വരേണ്ടതുണ്ടല്ലോ. എല്ലാവർക്കും അവരടുത്ത് പോയി അത് നിർവഹിക്കാനും കഴിയൂലല്ലോ. മനസ്സിലാണല്ലേ പറഞ്ഞത്? അപ്പോൾ ഓരോ ദിക്കുകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്ത വ്യക്തി, ഹബീബിനോട് ഉടമ്പടി ചെയ്ത വ്യക്തി അവരുടെ നാട്ടിൽ പോയി ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിയെ കണ്ടിട്ടില്ലാത്ത ജനങ്ങളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കും. ആരുടെ കാലത്ത്? റസൂലുള്ളാഹിയുടെ കാലത്ത്. ആ ജനങ്ങൾക്കെല്ലാം നബിയുടെ അടുത്ത് വരിക എന്നുള്ളത് പ്രയാസമായിരിക്കും. അവരുടെ അടുത്തെല്ലാം പോവുക എന്നത് നബിക്ക് പ്രയാസമായിരിക്കും. പക്ഷെ കാര്യം നടക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത് എന്നതുപോലെ അതിന് നബി ഏൽപ്പിച്ച ഒരു ആള് എന്നതിന് അർത്ഥമുള്ളൂ. എന്നെ പോലത്തെ ആളുകൾ വേറെയുണ്ട്. അവർക്ക് മുഖദ്ദമുകൾ എന്ന് പറയും. കൂട്ടത്തിൽ ഒന്ന് മുന്തിക്കപ്പെട്ടു. എന്തിന്? ഒരു കൈയുണ്ട്. ഈ കൈ തന്ന ആളോ കാമിലായ ആളാണ്. 100% കാമിലായ ആലിമാണ് എല്ലാ നിലയിലും. ഷിർക്ക് ഗർബിൽ തിരഞ്ഞാൽ അങ്ങനെ ഒരു ആൾക്ക് മസീലായ പകരക്കാരനായ ആളെ ഇന്ന് ലോകത്ത് കാണുക പ്രയാസമാണ്. ഞാൻ കാണൂല എന്ന് പറയല്ല. എന്തുകൊണ്ട്? അതൊക്കെ അള്ളാഹുവിന്റെ ഖുദ്റത്തുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ കാഴ്ചയിലില്ല. ആ ആളുടെ കയ്യിന്റെ പകരക്കാരനാണ്. അവരുടെ കിതാബാണ് ഇത്, ഹഖീഖത്തു ത്വരീഖത്തി തിജാനിയ. എന്താണ് ഈ കിതാബിൽ അവർ പറയുന്നത്? ഒന്നും നിങ്ങൾ ഡൗട്ടാക്കണ്ട. എല്ലാം വളരെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എന്താണ് അവർ പറയുന്നത്? ത്വരീഖത്തു തിജാനിയ, തിജാനിയ മാർഗം എന്നുള്ളത് ഖായിമത്തുൻ അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആനിലും ഹദീസിലും 100% അധിഷ്ഠിതമാണ്. രണ്ട് അടിസ്ഥാനത്തിലാണ് അതുള്ളത്. അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹിയ ത്വരീഖത്തു തിജാനിയ എന്ന മാർഗം ബഈദത്തുൻ അനിൽ ഇബ്തിദാഇ, ബിദ്അത്ത് പടച്ചുണ്ടാക്കുന്നതിനെ തൊട്ട് 100% ദൂരത്താണ്. എന്നല്ല വമംനൂൻ ഫീഹൽ ഇബ്തിദാഉ, ഇതിൽ ബിദ്അത്ത് പടച്ചുണ്ടാക്കൽ വിരോധിക്കപ്പെട്ടതാണ്. ഒരിക്കലും ഇതിൽ ഒരു ബിദ്അത്ത് പടച്ചുണ്ടാക്കാൻ പാടില്ല. ഒരു ബിദ്അത്തോ ഒരു ഖുറാഫത്തോ തിജാനിയത്തിലില്ല. ഇദാ സമിഅതും അന്നി ഷൈഅൻ
ഫസിനൂഹു ബിമീസാനി ശറഅ് എന്നാണ് അൽ ഖുത്ബുൽ മക്തൂം ഖാതിമുൽ വിലായ മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്. ഇദാ സമിഅതും അന്നി ശൈഅൻ, നിങ്ങൾ എന്നിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന പേരിൽ എന്റെ കാലത്തോ എനിക്ക് ശേഷമോ ഒരു കാര്യം കേട്ടാൽ ഫസിനൂഹു ബിമീസാനി ശറഅ്, നിങ്ങൾ അത് ശരീഅത്തിന്റെ തുലാസിലിട്ട് തൂക്കി നോക്കണം. ഇൻ വാഫഖ ഫഖുദൂ വഇല്ലാ ഫത്റൂഖൂ, ശരീഅത്തിനോട് യോജിച്ചാൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വിടണം. കാരണം ശരീഅത്തല്ലാത്ത ഒന്നും എന്റെ മാർഗത്തിൽ എന്റെ വല്യുപ്പയായ പുണ്യ റസൂൽ വസിയത്ത് ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്യാത്ത ഒരു കാര്യം തിജാനിയത്തിലില്ല. അത് വളരെ ഭദ്രമാണ്. എന്തിൽ ഭദ്രമാണ്? അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ബഈദത്തുൻ അനിൽ ഇബ്തിദാഇ വമംനുഉൻ ഫിഹൽ ഇബ്തിദാഇ വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഔറാദിഹാ വഅദ്കാരിഹാ. ഏത് ദിക്റാണെങ്കിലും അത് എന്തിലുള്ളതാണ്? ഖുർആനിലും സുന്നത്തിലും അല്ലാത്ത ഒരു ദിക്ർ തിജാനിയത്തിൽ ഇല്ല, ഒന്നുമില്ല. പിന്നെ ക്ഷീരമുള്ളവർ അകിടിയും ചുവട്ടിലും ചുര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ് എന്തും പറയാം. എന്നാലും അവർക്ക് തിജാനിയത്തിൽ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്തൊരു കാര്യം മഷിയിട്ട് തപ്പിയിട്ട് കണ്ടെത്താൻ കഴിയില്ല. ഒരിക്കലും ഇല്ല, ഒന്നുമില്ല. إنما هي طريقة أدري طريقة يجلس أصحابها وأتباعها في الأرض. അതിന്റെ ആളുകൾ ഭൂമിയിൽ ഇരിക്കും. ഇമാ മുതഹല്ലിഖീന വ ഇമാ സ്വഫീന, ഒന്നിരിക്കൽ ഹൽഖ കെട്ടിയിരിക്കും, ഒരു വൃത്താകൃതിയിൽ ഇരിക്കും, അല്ലെങ്കിൽ സ്വഫായിരിക്കും. മുസ്തഖ്ബിലുൽ ഖിബ്ല, സ്വഫായിരിക്കുമ്പോൾ എല്ലാവരും ഖിബ്ലക്ക് മുന്നിടും, അല്ലെങ്കിൽ ഹൽഖയായിരിക്കും. സുമ്മയത്തിലൂന ഔറാദഹും, പിന്നെ തിജാനികൾ അവരുടെ ഔറാദ് ചൊല്ലും. വഹിയ, എന്താണ് തിജാനിയത്തിന്റെ ഔറാദുകൾ? 3 അമലാണ് തിജാനിയത്തിൽ. ഒന്ന് വിറുദ്, ഒന്ന് വളീഫ, ഒന്ന് ഹൈലല, വെള്ളിയാഴ്ച അസമേഷം നിർവഹിക്കുന്ന. എന്താണ് ഈ 3-ലുള്ളത്? 4-മത്തെ ഒന്നില്ല. അതിന്റെ അർക്കാനുകൾ 4ആണ്. ഒന്ന് വിർദ് സുബാഹി, ഒന്ന് വിർദുൽ മസായി, ഒന്ന് അൽ വളീഫത്തുൽ യൗമിയ്യ, മറ്റൊന്ന് വെള്ളിയാഴ്ച എന്ന അഫ്ളൽ സഅത്ത്, ഒരു ആഴ്ചയിലെ അൽ ഉസ്ബുഇയ്യ, ഒരാഴ്ചയിലെ വഅഫ്ളലു സഅത്തിൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ചക്കിടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഏത്? ബഅദൽ അസ്ർ. അവിടെ അതിന് ഹൈലല എന്ന് പറയും. ഇതാണ് അൽ അർക്കാനുൽ അർബഅ. ഈ 4 റുക്കനുകളിലാണ് ബൈഅത്തുള്ളത്. പിന്നെ ഇഖ്തിയാരിയായ അമലുകളാണ്. അത് സ്വലാത്തിനെ പെരുപ്പിക്കലാണ്, അല്ലെങ്കിൽ ഖുർആനെ പെരുപ്പിക്കലാണ്, ഫാത്തിഹ പെരുപ്പിക്കലാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യവും ഇല്ല. വേറൊന്നും തിജാനിയത്തിലില്ല, ഇല്ല. ഒരു ദോഷയിനെ കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ഹൽഖ കെട്ടിയോ മുസ്തഖ്ബിൽ ഖിബ്ലയായിട്ടോ തിജാനികൾ ഒരു സ്ഥലത്തിരുന്നാൽ അവർ അവരുടെ ഔറാദ് അദ്കാറുകൾ ചെയ്യും. എന്തൊക്കെയാണ് അവരുടെ ഔറാദ് അദ്കാറുകൾ? 1 അൽ ഇസ്തിഗ്ഫാറു, 2 വസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, 3 വൽ കലിമത്തുൽ മുശറഫ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബസ്. 4-മത്തെ കാര്യം തിജാനിയത്തില്ല. വെറുതിലില്ല, വളീഫയിലില്ല, ഹൈലലയില്ല, വേറൊന്നുമില്ല, ഒന്നുമില്ല. ഹൽക്ക കെട്ടിയിരിക്കൽ ഹബീബായ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഇന്ന് വരെ നടന്നിട്ടുണ്ട്. സൊഫ് കെട്ടിയിരിക്കൽ അന്ന് മുതൽ ഇന്ന് വരെ നടന്നിട്ടുണ്ട്. പിന്നെ ചൊല്ലുന്നത് എന്താണ്? 1 അൽ ഇസ്തിഗ്ഫാറു, ഇസ്തിഗ്ഫാറാണ്. 2 അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, ഇസ്തിഗ്ഫാർ ഖുർആൻ കൊണ്ട് കൽപ്പനയുള്ളതാണ്. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين. ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ്, ആദ്യത്തെ റസൂലായി പരക്കെ അംഗീകരിക്കപ്പെടുന്ന മഹാൻ സയ്യിദുന നൂഹാണ്. ആദ്യത്തെ ശരീഅത്ത് കൊണ്ടുവന്നതും സയ്യിദുന നൂഹാണ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വ ബിഹി നൂഹ. ഇത് ബഹുമാനപ്പെട്ട നൂഹ് നബിയാണ് അലൈഹിസ്സലാം. ആ നൂഹ് നബി ജനങ്ങളോട് കൽപ്പിച്ചതാണ് ഇസ്തിഗ്ഫാർ. ആ ഇസ്തിഗ്ഫാർ ഇലാഹിയായ ദുന്യവിയായ മദദിന്റെ ആണിക്കല്ലുമാണ്. ഇന്നഹു കാന ഇസ്തിഗ്ഫാർ ഇദോളി. അപ്പോൾ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം അല്ലാഹു ഇറക്കി തരും. വെള്ളം ദുനിയാവിൽ കിട്ടൽ ഒരു ദുന്യവിയായ കുറവാണ്.
അതിന് പോലും ഉഖ്റവിയായ ഉറവിന്റെ കാര്യം പറയും വേണ്ട. മനസ്സിലായില്ല? നിങ്ങൾക്ക് ചിന്തിക്കും. അപ്പൊ ഈ ദുന്യവിയും ഉഖ്റവിയുമായ ഏത് കാര്യത്തിനും പരിഹാരമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. ആരുടെ കാലം മുതൽ? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ ആദ്യത്തെ മുസ്തഗ്ഫിർ സയ്യിദുനാ ആദമാണ്. ഫഖാലാ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദ്യത്തെ മുസ്തഗ്ഫിർ സയ്യിദുനാ ആദമാണ് അലൈഹിസ്സലാം. ഇസ്തിഗ്ഫാർ എന്നാൽ അത് അസ്ലുൽ അസ്ലുള്ളതാണ്. എന്തിൽ? ഫി കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളിയഖിൻ മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. എന്താ ഇതിനർത്ഥം? മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ നിർബന്ധപൂർവ്വം ഒരാൾ പിടിച്ചുകൂടിയാൽ, ഈ നിർബന്ധപൂർവ്വം പിടിച്ചുകൂടലാണ് എന്ത്? ബയ്യത്ത് എതിർ ചെയ്യുക. ഈ മൻലസിമയുടെ കമാലിയത്താണ്. മൻലസിമാണ് ഒരാൾ നിർബന്ധ സാഹചര്യത്തില് ഞാൻ എന്റെ മേൽ നിർബന്ധമാക്കി എന്നൊരാൾക്ക് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്തൂടെ? ചെയ്യാം. പക്ഷെ ഒരു ദിവസം അയാളുടെ നഫ്സ് അതിനെ മറന്നു കളയും. കുറച്ചു കാലം ചെയ്തു ഇപ്പൊ നിർത്തിക്കൊള്ളുന്ന ആ മനസ്സിൽ പറയും. അതേ സമയത്ത് മുഷറഫത്തായ ഏതിൽ ബയാത്ത് ചെയ്തു എങ്കിൽ ഒരിക്കലും അവനൊരു മുസ്ലിമായ കാലത്തോളം, ഒരു മുഅ്മിനായ കാലത്തോളം ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒരു ഷറഫാക്കപ്പെട്ട കയ്യിലോട് അത് ഉടമ്പടി വാങ്ങിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇസ്തിഗ്ഫാറിനെ വിടൂല. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ. ഇസ്തിഗ്ഫാർ നിർബന്ധമായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൊണ്ടുനടന്നാൽ അത് കൊണ്ടു നടക്കാനുള്ള വഴിയാണ് എന്ത്? ബയ്യാത്ത്. ബയ്യാത്ത് ഖുർആനിലുള്ളതുമാണ്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? വളരെ ചിന്തിക്കണം. ഇത് ഖുർആനാണ്. വളരെ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടം, നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ അസലത്തുന്നാസിൽ പരമാവധി കഴിയുന്നത്ര ശ്രദ്ധിക്കണം. പൊതുസമൂഹത്തിൽ നിന്ന് പരമാവധി മാറി നിൽക്കും. പൊതുസമൂഹം എന്നാൽ അതായത് പലപ്പോഴും നമുക്ക് കൂടിയാൽ നാം നശിച്ചു പോകുന്ന സംഘങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഒരു സ്വഹാബിയോട് അബൂ ഹുറൈറ തങ്ങളാണ് എൻ്റെ ഓർമ്മ, അതോ അബൂദർ തങ്ങളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു പക്ഷേ അബൂദർ ആയിരിക്കും, അല്ലെങ്കിൽ അബൂദർ ഒരാൾ. ഹബീബ റസൂലുള്ളാഹിയോട് ബൈഅത്ത് വാങ്ങി, ഒരിക്കൽ ബൈഅത്ത് ചെയ്യാൻ നബിയോട്. അപ്പോൾ ഹബീബ നബി പറയാണ്, ഇയ്യാക വകസ്റത്തൽ ലഹ്കി ഫഇന്ന കസ്റത്തൽ ലഹ്കി തുമീതുൽ ഖൽബ. ചിരി അധികരിപ്പിക്കുന്നതിനെ സൂക്ഷിക്കുക. ഫഇന്ന കസ്റത്തൽ ലഹ്കി, ചിരി അധികരിപ്പിക്കുക എന്നത് തുമീതുൽ ഖൽബ, ഹൃദയത്തെ കൊന്നുകളയും, മരിപ്പിക്കും. ഇതെന്തിനാ ഞാൻ അവിടെ പറഞ്ഞെന്നാൽ, ചിരിയും കളിയും തമാശയുമായി ജീവിക്കുന്ന പൊതുജനം എനിക്ക് മാറിക്കണം. പൊതുജനം എന്ന് പറഞ്ഞാൽ ജീവിതം അവർ എന്തിനു വേണ്ടി വിനിയോഗിക്കണം? വളരെ വിലപ്പെട്ട ഒരു ജീവിതം. ഈ ജീവിതത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ആ ജീവിതത്തിൽ പ്രവേശിക്കണം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കൻ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റാ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലഹയാതി. അവിടെ എത്തിയ മനുഷ്യൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്തു പോരാമായിരുന്നല്ലോ. അപ്പോൾ യഥാർത്ഥ ജീവിതം പരലോകത്താണ്. എന്റെ ഉഖ്റവിയായ ജീവിതത്തിൽ നിന്ന് പോലും ആ ആയത്തിൽ പറയുന്നില്ല. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി എന്നോട്. അതാണ് ഹയാത്ത്. ഇത് ഇബ്തിലാഇന്റെ ഹയാത്താണ്. അപ്പോൾ ഇത് ഹയാത്തല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് അവനെ ആസ്വദിക്കാനുള്ളതല്ല. പരീക്ഷയ്ക്ക് പേപ്പറും കടലാസും പെന്നും വാങ്ങാൻ വേണ്ടി ബാപ്പ എന്ത് ചെയ്തു? പേനയും കടലാസും വാങ്ങാൻ വേണ്ടി 50 ഉറുപ്പിക കൊടുത്തു. പിന്നെ ചായയും കടിയും കുടിക്കാൻ വേറൊരു 50 കൊടുത്തു.
അത് കൊടുക്കാതിരിക്കാം. പക്ഷെ ഈ 50 പേപ്പറുകളുടെ സ്വാഗതം ഇത് കളിക്കാനുള്ളതല്ല, ഇത് പരീക്ഷയുടെ ഉരുപ്പടികളാണ് എന്നതാണ് ഈ ജീവിതം. ഈ ജീവിതത്തിൽ മൊത്തം നമുക്ക് പരീക്ഷയ്ക്ക് എന്നതാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഇവിടെയുള്ള ഓരോ സെക്കൻഡ് പരീക്ഷണ വിധേയമാണ്. ഇത് കളിക്കാനുള്ളതല്ല. കളിക്കാനും ജീവിതമുണ്ട്, അത് അപ്പുറത്താണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്നല്ല ഹദീസുൽ ഷരീഫിൽ നേരിട്ട് തന്നെ നബി പറയുന്നുണ്ട്. ജീവിതം എന്നാൽ ഉഖ്റവിയായ ജീവിതമാണ്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫഅക്രിമിൽ അൻസാറ വൽ മുഹാജിറ. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന വേളയിൽ പുണ്യ റസൂൽ മുസ്തഫ തങ്ങൾ പറയുന്ന വാക്കാണ്. എന്ത് പാട്ടാണ്? ഒരു പാട്ട് പോലെ ഹബീബ് പാടിയതാ. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ. ആഖിറത്തിന്റെ ജീവിതമല്ലാത്തൊരു ജീവിതം ജീവിതമല്ല. അപ്പൊ ജീവിതം എന്നാൽ എവിടെയാണ്? ആഖിറത്തിൽ. അത് ജീവിതമല്ല, ഇത് പരീക്ഷണ വിധേയമാണ്. അപ്പോ ഇത് കളിയും തമാശയായിട്ട് നടക്കുന്ന ആളോട് കൂടരുത്. നമ്മളിപ്പോ നാട്ടില് പൊതുവൊരു ഭാഷ ഉണ്ടല്ലോ, എന്താ പറയാ, ഫ്രീക്കന്മാര്. എന്താ പറയുക? ജീവിതം എൻജോയ്, അതിൽ കൂടരുത്. എൻ്റെ വയസ്സ് എത്രയാണെങ്കിലും കൂടരുത്. അതുകൊണ്ട് കൽബ് മരിച്ചു. അവരെ പണി എന്താ? ചിരിയും കളിയും. നിന്റെ കൂടെ ഇല്ലേ? നിന്റെ കൂടെ ഉണ്ടായാലേ നിങ്ങൾക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് നീ ത്വരീഖത്ത് സ്വീകരിക്കേണ്ടത്. എന്തിനാ ബൈഅത്ത് ചെയ്യേണ്ടത്? അവിടേക്ക് നിന്റെ മനസ്സ് ചാടാതിരിക്കാൻ. ബൈഅത്ത് സ്വീകരിച്ച് പിറ്റേന്ന് ഫ്രീക്കന്മാരോടുകൂടെ ഊട്ടിപ്പോയ പരിപാടി നടക്കൂല. തിജാനി ത്വരീഖത്ത് സ്വീകരിച്ച് പിറ്റേന്ന് ഫ്രീക്കന്മാരോടുകൂടെ പോയി എവിടേക്ക്? ഊട്ടിക്ക്, കൊടൈക്കനാൽ, തേനി, കമ്പം പോയി എൻജോയ്. നടക്കൂല. എന്തുകൊണ്ട്? ബൈഅത്ത് പറഞ്ഞിട്ടുണ്ട്. ബൈഅത്ത് ഉടമ്പടിയാണ്. അത് ഉടമ്പടി കൃത്യാണ്. വഖാർ സക്കീനത്തിൽ ജീവിക്കണം. ചിരിയും കളിയും അധികരിപ്പിക്കാൻ പാടില്ല. വകാന കസ്റത്തു ളഹ്കിഹി തബസ്സുമൻ. പുണ്യ റസൂലിന്റെ ഏറിയ ചിരിയും പുഞ്ചിരിയാണ്. എപ്പോഴെങ്കിലും ഒന്ന് പല്ല് കാട്ടുന്ന ഈ ചിരിച്ചിട്ടുണ്ട്, വായി തുറന്ന് എപ്പോഴെങ്കിലും. അതും ഒരു ശരിയാത്താണ്. അതിലൊരു ശരിയാത്തുണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ള ചിരിച്ചവര്, ഒരു വായി തുറന്ന് ചിരിച്ച ഒരു സമയം എന്താ? ഒരു അറാബി വന്ന് അല്ലാഹുമ്മ അർഹംനി വലി മുഹമ്മദിൻ വലാ തർഹം മഅനാ അഹദാ. എനിക്ക് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് ചെയ്യണം, അക്കൂട്ടത്തിൽ വേറെ ആരെക്കൂട്ട് എന്ന് പറഞ്ഞ് ഒട്ടകത്തിൽ കയറിപ്പോയപ്പോൾ നബി ചിരിച്ചു. ഫളഹിക യൗമൻ കാമിലൻ. അന്ന് മുഴുവനും അത് പറഞ്ഞു ചിരിച്ചു. അല്ലഹു അംബഇറുഹു. വല്ലാത്ത പൊട്ടൻ വിഡ്ഢിയായത് ഒട്ടകമാണോ ഇവനാണോ? എന്തുകൊണ്ട്? അള്ളാഹു ദുനിയാവിലാകെ ഒരു റഹ്മത്തെ ഇറങ്ങിയിട്ടുള്ളൂ. അത് ഈ ലോകം അവസാനിച്ച് പിന്നെ ഒരു 10 ലോകം ഉണ്ടാകും. എന്ത് മതി? ആ റഹ്മത്ത് മതി. പിന്നെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നബി ചിരിച്ചുപോയി. അതിലൊരു ശരിയായിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം പാടേ. ഇവിടെ എന്തിനാണ് നബി ചിരിച്ചത്? അവിടെ ചിരിച്ചാലേ ആ റഹ്മത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വെള്ളം പോലെ അവിടെ. അപ്പൊ ഈ പ്രീക്കന്മാരെ കളി നടക്കൂല. അതാണ് അസ്ലത്ത്. നീ ഒന്ന് മാറിക്കണം. ഇന്ന് അത് അധികരിച്ചതായ കാലഘട്ടമാണ്. 500 കൊല്ലം മുമ്പ് മഖ്ദൂമുൽ കബീർ പറഞ്ഞത് സമാൻ ഫസാദായി കഴിഞ്ഞാൽ പിന്നെ നീ അസ്ലത്തിലാകണം. അതായത് പൊതുസമൂഹത്തിൽ നിന്ന് മാറിക്കണം. പൊതുസമൂഹം ഈ ഫ്രീക്കന്മാര്. എന്നാ പിന്നെ കൂടാൻ പറ്റൂലില്ലേ? പറ്റൂലുണ്ട്. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഫ്രീക്കന്മാരോട് കൂടരുത്. പിന്നെ ആരോട് കൂടണം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സ്വാദിഖീങ്ങളോട് കൂടണം. ആരാ സ്വാദിഖീങ്ങൾ? അൽ കഫിലുണ്ട്. അവരാ സ്വാദിഖീങ്ങൾ. അവർ ഹൃദയം കൊട്ടി അടച്ചവരല്ല. മറ്റൊരു ഹൃദയം യഥാർത്ഥ ലക്ഷ്യത്തിന്റെ നേർക്ക് ഹൃദയം കൊട്ടി അടച്ചവരാണ്. വലാ തുത്യ. വഴിപ്പെട്ടു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു.
ദിക്റിനെ തൊട്ട് ഹൃദയത്തെ അശ്രദ്ധമാക്കി കൊട്ടിയടച്ചവർക്ക് വഴിപ്പെട്ടു പോകരുത്. അവൻ ഹവയുടെ പിന്നാലെ ഓടി. അതാണ് ഇന്നത്തെ ഫ്രീക്കൻ പൊതുജനം. അതിന് പിന്നാലെ കൂടരുത്. അതിൽ വയസ്സുപ്രായമൊന്നുമില്ല. ഇപ്പൊ മൊബൈലിൽ അശ്ലീല ചേഷ്ടകൾ കാണുന്ന ആളുകളിൽ 2 വിഭാഗമാണുള്ളത്. ഒന്ന് ഫ്രീക്കന്മാർ, ആ പ്രായത്തിലുള്ളവർ. ഒന്ന് റിട്ടയർമെന്റ് ആയ ആളുകൾ. ഒരു പണിയില്ല, മൊബൈലിൽ തോന്നിയാസം കാണാനല്ലാതെ. ഈ റിട്ടയർമെന്റിലായ ആളുകൾക്കും പിന്നെ അവർക്ക് പ്രായം അധികരിച്ചിട്ട് പോലും ഈ കളി അവർ നിർത്തിയില്ല. എന്തുകൊണ്ട്? കുട്ടിക്കാലത്തെ അവരുടെ ഹൃദയം കൊട്ടിയടച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ ആ ഫ്രീക്കന്മാരുടെ സ്വഭാവത്തിലാണ് ഇപ്പോഴും അവരുള്ളത്. വയസ്സ് 60-70 റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് മൊബൈലിരുന്ന് കാണാനില്ലാത്തൊരു പണിയേയില്ല. പെൻഷൻ വാങ്ങുക, പെൻഷൻ വാങ്ങാൻ വേണ്ടി ബാങ്കിൽ പോവും, പിന്നെ കളിക്കും. വാങ്ങിപ്പോരുമ്പോൾ തന്നെ ഒരു കുപ്പി വാങ്ങിപ്പോരും. മനസ്സിലാണ്ട് പറഞ്ഞത്? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇത്തരം ആളുകളെ, തനിക്ക് പറ്റിയ ആളുകളെയും കൂട്ടി ഒരു യാത്ര നടത്തും. അതിൽ കളിയും ചിരി ഒക്കെ തന്നെ. തീറ്റ, കളി, ചിരി, ഇതിൽ മാത്രം ജീവിക്കുന്ന വയസ്സന്മാരില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അതും നീ ഒഴിവാക്കേണ്ട ജനങ്ങളെയാണ്. ഒരു 10 പെണ്ണുങ്ങളെങ്കിലും കയ്യും കാലും കണ്ണും മൂക്കും കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് സന്തോഷം വരും, സമാധാനം കിട്ടില്ല. വയസ്സെത്ര? 65. അശ്ലീല സിനിമകൾക്കും ചേഷ്ടകൾക്കും വഴിപ്പെട്ടതിൽ വലിയൊരു ശതമാനം ആരാണ്? 50 വയസ്സ് കഴിഞ്ഞോര്. അവരെ മനസ്സ് ഫ്രീക്കന്മാരുടെ മനസ്സാണ്. അവര് എന്തുവാണ്? അവരെ പിന്നാലെ കൂടരുത്. അപ്പൊ സാദിഖ്യങ്ങൾ ആരാ? സാദിഖ്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു ഇവിടെ. ആര്? പ്രഭാത പ്രദോഷങ്ങളിൽ അവർ കൂടിയിരുന്ന് ആരെ ചൊല്ലും? അള്ളാഹിനെ പറ്റി പറയും. അതിന് ത്വരീഖത്തുകൾ. തിജാനിയത്ത് അത് മാത്രമാണ് നിനക്ക് ഉറപ്പിച്ചുറയാൻ കഴിയും. ഞങ്ങൾ വെല്ലുവിളിക്കാണ്. അതല്ലാത്ത എന്തെങ്കിലും, ശരീഅത്തിലില്ലാത്ത എന്തെങ്കിലും തിജാനിയത്തിലുണ്ടോയെന്ന് ഞാനിതിൽ വഴക്ക് വെക്കണാക്കല്ല. പക്ഷെ നിങ്ങൾ അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ തിജാനിയത്തിൽ നിന്ന് ഇനിയും നിങ്ങൾ മാറി നിൽക്കണം? എന്തിനാണ്? തിജാനിയത്ത് എനിക്കുറപ്പുള്ള ഒരു മാർഗം, ലോകത്തിന് ഉറപ്പുള്ള ഒരു മാർഗം. ഇനി വേറെ മാർഗങ്ങളായാലും മതി. ആ മാർഗം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൽ ഉറച്ച മാർഗമാകണം എന്നേ ഉള്ളൂ. അത് ശ്രദ്ധിക്കണം. കാരണം ഏതൊരു നന്മയെയും നശിപ്പിക്കാൻ ഇബ്ലീസ് ശ്രമിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. തിജാനിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹവയും അതിൽ നടക്കൂല. എന്തുകൊണ്ട്? അതിനൊരു കൃത്യതയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കൈ, ഞാൻ ഒരാളുടെ കയ്യിൽ കൈവച്ചു. അത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും മഹാപണ്ഡിതനായ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവർ ഒരു കയ്യിൽ കൈവച്ചു. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്രാഹിം യാസിൽ കൗലഹി 20-ാം നൂറ്റാണ്ടിൽ അവരെക്കാൾ മഹാനായ ഒരാളെ ചരിത്രം പരിചയപ്പെടുത്തുന്നില്ല. അതാണ് ഇബ്രാഹിം യാസിൽ കൗലഹി. അവർക്ക് മുകളിൽ ഒരാളെ കൈവച്ചു. അവർ അഹ്മദ് അയ്യാഷ് സുഖൈർജാൻ റളിയല്ലാഹു അൻഹു. അവർ അക്കാലത്ത് ലോകം കണ്ട് ജീവിച്ച ഉലമാക്കളിലും സൂഫികളിലും ഏറ്റവും മഹാനായ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അഹ്മദ് അയ്യാഷ് സുഖൈർജി റളിയല്ലാഹു. അവർ ഒരു കയ്യിൽ കൈവച്ചു. അതാരുടേതാണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അൽ ഖുത്ബ് അൽ ആരിഫ് ബില്ലാഹ് അഹ്മദ് അബ്ദല്ലാവി റളിയല്ലാഹു. അവർ ആ സമാനികൾ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായിരുന്നു ലോകം കണ്ട. അവർ ഒരു കയ്യിൽ കൈവച്ചു. അതേതാ കൈ? അത് അലി ഐസത്ത് മാസീനി റളിയല്ലാഹു. അവർ ആ സമാനിലെ ഏറ്റവും മഹാന്മാരിൽ ഒരാളായിരുന്നു. അവരൊരു കൈവിൽ കൈവച്ചു. അതാരാ? അത് ഖാതിമുൽ ഔലിയാ അൽ ഖുത്ബുൽ മക്തൂം അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി. അവർ ഒരു കയ്യിൽ കൈവച്ചു. തിജാനി തങ്ങളെ പറ്റി പറയും വേണ്ടല്ലോ. അക്കാലഘട്ടത്തിലെ മാലിക്കി മദ്ഹബിലെ ഏറ്റവും മഹാന്മാരായ പണ്ഡിതനിൽ അഗ്രേസരനാണ് ആര്? അഹ്മദ് തിജാനി തങ്ങൾ. സൂഫികളിൽ ഏറ്റവും മുമ്പതിലുള്ള ആളാണ്. അവരൊരു കൈവിൽ കൈവച്ചു. അതാരുടെയാണ്? അത് മുത്തു മുഹമ്മദ് മുസ്തഫ ഖാതിമുൽ അംബിയ. അപ്പോൾ നിങ്ങൾ ഇന്നിലേക്ക് നോക്കണ്ട, എനിക്ക് കൈതന്നാളിലേക്ക് നോക്കി പറഞ്ഞ മനസ്സിലായി. വളരെ നിങ്ങൾ ചിന്തിക്കണം. എൻ്റെ കൈ യോഗ്യമല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യോഗ്യമായ കൈ വേറെയുണ്ട് ഇവിടെ. ഇത് പിടിക്കുക. എന്താ അള്ളാന്റെ മാർഗത്തെ ഒഴിവാക്കല്ലേ? കാരണം ജീവിതം എപ്പോഴും നഷ്ടപ്പെട്ടു പോകും. ഈ വാഫിൽ നിങ്ങളെ പിന്നാലെ നടക്കരുത്.